അസ്സലാമു അലൈക്കും. റമദാൻ മാസം അത് വെറും വിശപ്പും ദാഹവും സഹിക്കാനും ഉള്ള മാസമല്ല. അത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മാസമാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്താകുന്ന ഒരു മാസമാണ്. ഇന്ന് പറയാൻ പോകുന്ന കഥ റമദാനിന്റെ മഹത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിക പഠനമാണ്. ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു യുവ ദമ്പതികൾ ഉണ്ടായിരുന്നു. ഭർത്താവ് നല്ല മുസ്ലിമായിരുന്നെങ്കിലും ദീനിന്റെ ചില നിയമങ്ങളെക്കുറിച്ച് അവന് അറിവ് കുറവായിരുന്നു. റമദാൻ ആരംഭിച്ചു. ആദ്യ ദിവസങ്ങളിൽ അവൻ നോമ്പ് നോക്കി, പള്ളിയിൽ പോയി നമസ്കാരം ചെയ്തു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ മനസ്സിൽ ശൈത്താൻ സംശയങ്ങൾ ഉണ്ടാക്കി. ഒരു ദിവസം ഉച്ചസമയത്ത്, നോമ്പ് നിലനിൽക്കുന്ന സമയത്ത്, അവൻ തൻ്റെ ഭാര്യയെ ബന്ധപ്പെടാൻ പ്രേരിപ്പിച്ചു. ഭാര്യ പറഞ്ഞു, ഇത് റമദാൻ ആണ്, ഇപ്പോൾ നോമ്പ് സമയമാണ്, അത് അനുവദനീയമല്ല. പക്ഷെ ഭർത്താവ് അതിനെ ലഘുവായി കണ്ടു. അള്ളാഹു ക്ഷമിക്കും എന്ന് പറഞ്ഞ് അവളെ സമ്മർദ്ദപ്പെടുത്തി. അവസാനം അവർ വലിയൊരു തെറ്റ് ചെയ്തു. നോമ്പ് നിലനിൽക്കുന്ന സമയത്ത് ദാമ്പത്യ ബന്ധം. പിന്നീട് സംഭവിച്ചത് നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അന്ന് വൈകുന്നേരം മുതൽ ഭർത്താവിൻ്റെ മനസ്സിൽ വലിയൊരു ഭയം തുടങ്ങി. നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല. ഖുർആൻ വായിക്കുമ്പോൾ, ഓതുമ്പോൾ കണ്ണുനീർ വീഴുന്നു. അവൻ മനസ്സിലാക്കി, ഇത് സാധാരണ തെറ്റല്ല, നോമ്പിൻ്റെ പരിശുദ്ധി ലംഘിച്ചു, വലിയൊരു പാപമാണ്. അവൻ ഒരു പണ്ഡിതനോട് പോയി ചോദിച്ചു, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി, എനിക്ക് എന്ത് ചെയ്യണം? ഇസ്ലാമിക വിധി പണ്ഡിതൻ പറഞ്ഞുകൊടുത്തു. റമദാനിലെ നോമ്പ് സമയത്ത് ദാമ്പത്യ ബന്ധം നടത്തുന്നത് വലിയ പാപമാണ്. അതിന് പരിഹാരം നിർബന്ധമാണ്. അത് ഒരു അടിമയെ മോചിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് സാധ്യമല്ല. അല്ലെങ്കിൽ തുടർച്ചയായി 60 ദിവസം നോമ്പ് നോക്കുക. അതും കഴിയില്ലെങ്കിൽ 60 ദാരിദ്ര്യർക്കു ഭക്ഷണം നൽകുക. ഇത് കേട്ടപ്പോൾ ഭർത്താവ് നടുങ്ങി. ഒരു ചെറിയ ആഗ്രഹത്തിനായി അവൻ 60 ദിവസത്തെ വലിയ ബാധ്യത സ്വന്തമാക്കി. മനസ്സിലെ മാറ്റം. അവൻ വീട്ടിലെത്തി കരഞ്ഞു. ഭാര്യയോട് ക്ഷമ ചോദിച്ചു. അന്നു മുതൽ നമസ്കാരം വിട്ടില്ല. അധിക ഇബാദത്ത് തുടങ്ങി. മറ്റുള്ളവർക്ക് റമദാനിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, അറിവില്ലായ്മ മനുഷ്യന്റെ പാപത്തിലേക്ക് നയിക്കും, അറിവ് മനുഷ്യനെ രക്ഷിക്കും. റമദാൻ പരിശുദ്ധ മാസമാണ്. അതിൻ്റെ നിയമങ്ങൾ പഠിക്കണം. നോമ്പ് സമയത്ത് ദാമ്പത്യ ബന്ധം ഹറാമാണ്. തെറ്റ് ചെയ്താൽ ഉടൻ തൗബ ചെയ്യണം. അള്ളാഹുവിൻ്റെ കരുണ എപ്പോഴും തുറന്നിരിക്കുന്നു. പ്രിയരെ, നമ്മെ നിയന്ത്രണം പഠിപ്പിക്കുന്ന മാസമാണ്. ആഗ്രഹങ്ങളെ ജയിക്കുന്നവരാണ് അള്ളാഹുവിനോട് ഏറ്റവും പ്രിയപ്പെട്ടവർ. അള്ളാഹു നമ്മെ ശരിയായ അറിവും തഖ്വയും നൽകി നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇസ്ലാമിക് അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.